കൂത്തച്ചി സത്യഭാമയ്ക്ക് കലിപ്പ് തീരുന്നില്ല. കലാഭവൻ മണിയുടെ അനുജനും നർത്തകനും മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആളും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ RLV രാമകൃഷ്ണൻ എന്ന കലാകാരനെക്കുറിച്ച് ജാതീയമായ അധിക്ഷേപം നടത്തി അറസ്റ്റിലായതുവഴി ലഭിച്ച ആ കുപ്രസിദ്ധി വഴി കുറച്ച് നാട്ടുകാർ അറിഞ്ഞ കുന്നുകുഴി കൂത്തച്ചി സത്യഭാമയെക്കുറിച്ച് ITV ന്യൂസിൽ ഞാൻ 5 ദിവസം മുമ്പ് ഒരു വാർത്ത നൽകിയിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കണ്ടത്. കൂത്തച്ചി സത്യഭാമയുടെ സമനില തെറ്റി എന്ന തലക്കെട്ടോടെയായിരുന്നു ഞാൻ ആ വാർത്ത അന്ന് കൊടുത്തത്. അപ്രകാരം ഒരു വാർത്ത കൊടുക്കുവാൻ കാരണം മനസ്സിൻ്റെ താളം തെറ്റിയ കിളിപോയ ആളുകൾ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങളുമായി സത്യഭാമ മുന്നോട്ട് വന്നത് കണ്ടാണ്. ഇത് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടു എങ്കിലും ഈ പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ്റെ മുന്നിലൂടെ ആളുകൾ പോകുമ്പോൾ ചെയ്യുന്നത് പോലെ കണ്ണും മൂക്കും പൊത്തിപ്പിടിച്ചുകൊണ്ട് ഓടുകയാണ് അവരെല്ലാം ചെയ്തത്. നടി മല്ലിക സുകുമാരൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരെ അടക്കം വെറുതെ പരസ്യമായി അപമാനിക്കുക, തെറിവിളിക്കുക, യാതൊരു ആവശ്യവുമില്ലാത്ത നാട്ടുകാരെ നിറത്തിൻ്റെ പേരിലും ജാതീയമായും അധിക്ഷേപിക്കുക ഒക്കെ ചെയ്യുന്നത് കണ്ടാണ് കൂത്തച്ചി സത്യഭാമയുടെ സമനില തെറ്റി എന്ന തലക്കെട്ടോടെ ITV ന്യൂസ് ഒരു വാർത്ത നൽകിയത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. ആ വാർത്തയുടെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു, തേവിടിശി, കൂത്തശ്ശി എന്നീ വാക്കുകൾ തെറിവാക്കുകളായിട്ടാണ് നാം കരുതുന്നത്. എന്നാൽ ദേവദാസി എന്ന സംസ്കൃത വാക്കിൻ്റെ മലയാളത്തിന് തുല്യമായ പദമാണ് തേവിടിശി. തേവിടിശിയാട്ടം എന്നായിരുന്നു ആ കലാരൂപം പോലും അന്ന് അറിയപ്പെട്ടിരുന്നത്. അത് തെറിയല്ല. നർത്തകി അല്ലെങ്കിൽ നടി എന്നാണ് കൂത്തച്ചി എന്ന വാക്കിൻ്റെ അർത്ഥമെന്നും ഞാൻ പറഞ്ഞിരുന്നു. ചരിത്രം അല്പമെങ്കിലും അറിയാവുന്നവർക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ്. പണ്ട് ബ്രാഹ്മണർ മുതലായ വിഭാഗവുമായി കൂത്തുകഴിഞ്ഞ് സെക്സ് ചെയ്യുവാൻ നിർബന്ധിതരായ സ്ത്രീകൾ തേവിടിച്ചുകളെന്നും നാട്യകലകൾക്കും മറ്റുമായി ഉപയോഗിക്കപ്പെട്ട സ്ത്രീകൾ കൂത്തച്ചി എന്നും വിളിക്കപ്പെട്ടിരുന്നു. കാലം മാറിയതോടെ ഇവരുടെ നിലയും മെച്ചപ്പെട്ടു. ആളുകൾക്ക് ഇവരോടുള്ള ആ സമീപനവും മാറി. ഇവരെ കലാകാരികൾ എന്ന രീതിയിൽ പരിഗണിച്ചും ബഹുമാനം കൊടുത്തും പോന്നു. ഇന്ന് ഈ കുന്നുകുഴി സത്യഭാമയ്ക്ക് പോലും സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ജാഗുറിൽ വരെ യാത്ര ചെയ്യുവാനുള്ള ഒരു സാമൂഹിക പശ്ചാത്തലം ഈ സംസ്ഥാനത്തുണ്ടായി എന്നത് ചില ചരിത്ര സത്യങ്ങൾ മാത്രമാണ്. അതുപോലെ സത്യഭാമയുടെ രണ്ടാം കെട്ടുകാരനായ മകൻ്റെ ഭാര്യയെ ഗാർഹിക പീഡനം നടത്തിയ കേസിൽ തിരുവനന്തപുരം കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസിലെ 1-ാം പ്രതിയാണ് ഈ കൂത്തച്ചി സത്യഭാമ എന്ന് ഞാൻ പറയുകയും തെളിവുകളുടെ FIRൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞാനത് അന്ന് പറഞ്ഞത്. അതുപോലെ സമനില തെറ്റിയ ആളുകൾ പറയുന്നത് പോലെയുള്ള അവരുടെ തന്നെ വീഡിയോകൾ നൽകിയാണ് ഞാൻ ആ വാർത്ത സമർത്ഥിക്കുകയും ചെയ്തത്. അല്ലാതെ കുന്നുകുഴി സത്യഭാമയെക്കുറിച്ച് ഞാൻ ഇല്ലാത്തതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ സത്യഭാമ ചിലരെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു വിരട്ടുവാൻ ശ്രമിക്കുകയുണ്ടായി. എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. കുന്നുകുഴി സത്യഭാമയുടെ അടുത്ത ആളാണ് ഈ പൾസർ സുനിയാണ് സത്യഭാമയ്ക്ക് 6 ലക്ഷം രൂപയ്ക്ക് എറണാകുളത്ത് നിന്നും പഴയൊരു ജാഗ്വർ മേടിച്ചു കൊടുത്തത്. അവനോട് പറഞ്ഞ് എൻ്റെ കയ്യും കാലും തല്ലി ഒഴിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്നും പ്രതികരിച്ചില്ല. കാരണം ഇതിലും വലിയ ചവിട്ടുനാടകക്കാർക്കെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ഒരു കട്ടപ്പുറത്ത് കയറിയ കൂത്തച്ചിയെ പേടിക്കുമോ? ഇല്ല. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചെന്നോട് പറഞ്ഞു, കുന്നുകുഴി സത്യഭാമ എന്നെക്കുറിച്ച് എന്തോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോലും നോക്കാത്ത ഒരാളാണ്. എനിക്ക് എൻ്റെ സുഹൃത്ത് ആ പോസ്റ്റ് ഇട്ട് തന്നപ്പോൾ ഞാനത് കാണുവാൻ ഇടയായി. ഇത് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഈ കുന്നുകുഴി കൂത്തച്ചി സത്യഭാമയ്ക്ക് സമനില തെറ്റി എന്നത് സത്യമാണെന്ന്. ആ പോസ്റ്റ് ഞാൻ തന്നെ കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തു. ചിരിച്ചിരിച്ച് ഇന്നലെ ഊപ്പാട് വന്നു. ITV ന്യൂസിനെ അറിയാവുന്നവർക്കറിയാം, ഞങ്ങൾ ഇവിടുത്തെ പ്രബലരായ സംഘടിതമായ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്കെതിരെ ഭയരഹിതമായി വാർത്ത നൽകുന്നവരാണ്. അതും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായ വാർത്തകൾ മാത്രമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. വ്യക്തിപരമായി ഞങ്ങൾക്ക് ആരോടും ഒരു വിരോധവുമില്ല. പക്ഷേ ഇത്തരം തുറന്നു പറച്ചിലുകൾ കൊണ്ട് ഞങ്ങൾക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ട്, സ്വാഭാവികം. അതുകൊണ്ട് തന്നെ കഥയില്ലാത്ത കുന്നുകുഴി സത്യഭാമയെ പോലെയുള്ളവർ ഇടുന്ന ഈ പോസ്റ്റുകൾ കണ്ട് എന്നെ അറിയാവുന്നവർ വിശ്വസിക്കുന്നില്ല എങ്കിലും എൻ്റെ ശത്രുക്കൾ ഇതെടുത്ത് ആഘോഷമാക്കും എന്നതുകൊണ്ട് ഇതിന് ചെറിയൊരു വിശദീകരണം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സത്യഭാമ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എൻ്റെ ഫോട്ടോ ഇട്ട പോസ്റ്റ് ഇതാണ്. ഈ മാന്യൻ്റെ പേര് സുനിൽ മാത്യു. എന്നെ വളരെ മോശം രീതിയിൽ വിമർശനം നടത്തിയ ഒരു കൊച്ച് TH പിന്നെ ഡാഷ് 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 ഡാഷ്. ഇത് കൂത്തച്ചിമാരുടെ പ്രത്യേക ഒരു കോഡ് ഭാഷയാണ്.
കൂത്തിന് അരമണ്ഡലത്തിൽ കുനിഞ്ഞു നിൽക്കുമ്പോൾ പക്കമേളക്കാർ മേളം മുറുക്കുമ്പോൾ അവർ പോലും അറിയാതെ പുറപ്പെടുവിക്കുന്ന ഒരു പ്രത്യേകതരം ഭാഷയാണിത്. തീർന്നില്ല, ഇനി ബാക്കിയും കൂടെ കേട്ടു. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുവാൻ ഞാൻ പോയപ്പോൾ അവർ പറയുന്നു ഇവൻ പിടികിട്ടാപ്പുള്ളി ആണെന്ന്. ഏകദേശം 14 ക്രിമിനൽ കേസുകളാണ് ഈ നായിൻ്റെ മോൻ്റെ പേരിൽ ഉള്ളത്. ഏതോ ഒരു നാട്ടിൽ അടച്ചിട്ട മുറിയിലിരുന്നാണ് ഇവൻ്റെ പ്രകടനം. CI പറയുന്നത് പറ്റുമെങ്കിൽ ആരേലും വിട്ട് അടിച്ച് നടുവൊടിക്ക് ടീച്ചറെ, കേസ് ഞങ്ങൾ എടുക്കില്ല എന്നാണ്. നായിൻ്റെ മോനെന്ന് കുന്നുകുഴി കൂത്തച്ചി തൻ്റെ മകനെ ഉണ്ടാക്കിയത് ഒരുപക്ഷെ അങ്ങനെയാവാം. കുന്നുകുഴി ചന്തയിൽ നിൽക്കുന്ന പട്ടുകളെപ്പോലും ദൈവമേ ഇവർ വെറുതെ വിട്ടില്ലല്ലോ. ഇതിലൊരു വിശദീകരണം നൽകിയിട്ട് ബാക്കി ഞാൻ വായിക്കാം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ അവർ ഈ കുന്നുകുഴി കൂത്തച്ചിയോട് പറഞ്ഞത്രേ, ഞാൻ പിടികിട്ടാപ്പുള്ളിയും ഏകദേശം 14 ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണെന്ന്. ഏതോ ഒരു നാട്ടിൽ ഞാൻ അടച്ചിട്ട മുറിയിലിരുന്നാണത്രേ എൻ്റെ പ്രകടനം നടത്തുന്നത്. അതുപോലെ CI പറഞ്ഞു പോലും ആരെയെങ്കിലും വിട്ട് അവൻ്റെ നടുവടിച്ചൊടിക്കുക ടീച്ചറെ, ഞങ്ങൾ കേസൊന്നും എടുക്കില്ല എന്ന്. അങ്ങനെ ഒരു CI പറഞ്ഞാൽ അവൻ നിൻ്റെ കൂത്തിന് കുത്തിയിരുന്ന് പക്കമേളം അടിക്കുന്നവനും നിൻ്റെ ആട്ടത്തിന് ലൈറ്റ് അടിച്ചു തരുന്നവനും ആവണം. അല്ലെങ്കിൽ പോലീസ് സേന അവൻ്റെ തന്തയുടെ വകയും ആയിരിക്കണം. തിരുവനന്തപുരം നഗരത്തിലുള്ള CIമാരോ പോലീസ് ഉദ്യോഗസ്ഥരോ അങ്ങനെയൊന്നും പറയുവാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം അവർക്കെന്നെ അറിയാം, എൻ്റെ പ്രവർത്തനങ്ങളും അറിയാം. അവർ നല്ല മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥരാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഈ കുന്നുകുഴി കൂത്തച്ചി കൻ്റോൺമെൻറ്റ് സ്റ്റേഷനിൽ എനിക്കെതിരെ കേസെടുക്കണം എന്ന ആവശ്യവുമായി ചെന്നപ്പോൾ ഈ കൂത്തച്ചിക്കെതിരെ അവിടെ ഗാർഹിക പീഡനത്തിന് നിലവിൽ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസുണ്ട്. രാമകൃഷ്ണനെ അപമാനിച്ചതിനെതിരെ SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചുള്ള കേസുമുണ്ട്. ഹൈക്കോടതിയിൽ പോയി മാപ്പപേക്ഷ നൽകി കണ്ടീഷണൽ ബെയിലിൽ നിൽക്കുന്നവളാണ് വീണ്ടും അധിക്ഷേപ പരാമർശങ്ങളുമായി വന്നത്. പോയില്ലെങ്കിൽ നിനക്കെതിരെ കേസെടുക്കുമെന്ന് SHO പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിനിട്ട് ഒരു പണി കൊടുത്തതാണ് ഈ കൂത്തച്ചി. അടിച്ച് നട്ടല്ലൊടിച്ചു വന്നാൽ കേസെടുക്കില്ല പോലും എന്ന്. നീ പറഞ്ഞ പോലെ, നീ ഇരുന്ന് ചെയ്യുന്നത് പോലെ ഞാൻ ഏതെങ്കിലും ലോഡ്ജിലോ കട്ടൻ്റെ മറവിലോ ഇരുന്ന് കൂത്തു നടത്തുന്നവനല്ല. എനിക്ക് അഡ്രസ്സ് ഉള്ളവനാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നല്ല വിശാലമായ സംവിധാനമുള്ള ഒരു ഓഫീസിൽ പാളയം അന്നാസ് ആർക്കേഡ്, പ്രശാന്ത് നഗർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വന്തമായ ബിൽഡിങ്ങും സബ് ഓഫീസായുള്ള മനുഷ്യനാണ് ഞാൻ. കുന്നുകുഴിയിലോ ചാണകക്കുഴിയിലോ അല്ല ഞാനിരുന്ന് പ്രവർത്തിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കുക. അതുപോലെ എനിക്കെതിരെ 14 ക്രിമിനൽ കേസുകളുണ്ടെന്ന് നീ പറഞ്ഞല്ലോ. സത്യഭാമ, നീ പറഞ്ഞത് കുറഞ്ഞുപോയി. എനിക്കെതിരെ 20-ലധികം കേസുകൾ ഇന്ന് നിലവിലുണ്ട്. അവയൊന്നും നീ പറഞ്ഞ പോലെ ക്രിമിനൽ കേസുകളല്ല. നിൻ്റെ അപ്പൻ പണ്ട് ചെറ്റപ്പൊക്കാൻ പോയതുപോലത്തെ കേസുകളുമല്ല. പിന്നെയോ വാർത്ത നൽകിയതുമായി ബന്ധപ്പെട്ട പൊള്ളിയ പലരും നൽകിയ ചില കള്ളക്കേസുകളാണ്. എന്നെ ഒരു പെറ്റി കേസിൽ പോലും ഇതുവരെ ശിക്ഷിച്ചതായി നീ കേട്ടിട്ടുണ്ടോ? ഒന്ന് തിരക്കി നോക്ക്. ഇല്ല. കേസുകൾ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഞാൻ കോടതിയിൽ നേരിടുന്നുമുണ്ട്. ഇനി നിൻ്റെ ബാക്കി ആരോപണങ്ങൾ കൂടി ഞാനൊന്ന് വായിക്കാം. പിന്നെ ഇവനൊരു പോക്സോ കേസിൽ കൂടി പ്രതിയാണെന്നാണ് അറിയുവാൻ കഴിയുന്നു. അതും സ്വന്തം മകൾക്കെതിരെ. ഈ നായിൻ്റെ മോനെ അറിയാവുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ അറിയിക്കൂ. എനിക്കൊരു താങ്ക്സ് പറയുവാനാണ് നേരിൽ പോയി. ഇവൻ്റെ അമ്മയെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. ബട്ട് അവർ പറയുന്നത് സ്വന്തം മകളെ ഉപയോഗിച്ചതറിഞ്ഞ് അവർ ഇവനെ പടിയടച്ച് പിണ്ടം വെച്ചു എന്നാണ്. അറിയുന്നവർ എനിക്ക് ടെക്സ്റ്റ് ചെയ്യണേ. കൂത്തച്ചി കുന്നുകുഴി സത്യഭാമേ, നീ ഇതൊക്കെ പടച്ചു വിടുമ്പോൾ ഒന്ന് തിരക്കിയിട്ടൊക്കെ വേണ്ടേ? ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എനിക്ക് മകളില്ല എന്നതാണ്. ഉള്ളത് 2 ആൺപിള്ളേരാണ്. പിന്നെ ഉള്ള കേസ് ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി ഒരു ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തു എന്ന് കാണിച്ച് നൽകിയ ഒരു ചെറിയ കേസാണ്. അത് കോടതിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുന്നു. അതല്ലാതെ നിൻ്റെ പിതാവ് നിന്നോട് പണ്ട് കാണിച്ച ആ പണി പോലത്തെ അത് ചെയ്തതിനുള്ള കേസല്ല എന്നറിയുക. അതുപോലെ നീ എൻ്റെ അമ്മയെ വിളിച്ചെന്നും പരാമർശിക്കുകയുണ്ടായി. എനിക്ക് നിന്നെപ്പോലെയല്ല. ഒരപ്പനും ഒരമ്മയും മാത്രമാണുള്ളത്. അവരെ ആരും നീ ഇതുവരെ വിളിച്ചിട്ടില്ല. എൻ്റെ അമ്മയെ നീ വിളിച്ച് ഇമാതിരിയുള്ള കൂത്തച്ചി വർത്തമാനം പറഞ്ഞാൽ എൻ്റെ അമ്മ ചാണകത്തിൽ മുക്കിയ ചൂലും കെട്ടുമായി നിൻ്റെ കുന്നുകുഴിയിൽ വരും, യാതൊരു സംശയവും വേണ്ട. ഞാൻ ഈ വിശദീകരണം നൽകുമ്പോഴും എനിക്ക് ഈ കൂത്തച്ചി സത്യഭാമയോട് യാതൊരു ദേഷ്യവുമില്ല കേട്ടോ. കാരണം സഹതാപം മാത്രമാണുള്ളത്. ഇവരുടെ സമനില തെറ്റി എന്ന് ഞാൻ പറഞ്ഞതിനുള്ള ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇവർ എനിക്കെതിരെ ഇട്ട അപകീർത്തികരമായ ഈ പോസ്റ്റ്. നമുക്ക് ഈ കൂത്തച്ചി സത്യഭാമയെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒന്നുകിൽ നല്ലൊരു തന്തയ്ക്ക് പിറക്കണം, അത് സത്യഭാമയുടെ കുഴപ്പമല്ല, അത് അവരുടെ കയ്യിൽ നിൽക്കുന്ന കാര്യവുമല്ല. പിന്നെ മറ്റൊന്ന്, നല്ല ഉറപ്പുള്ളൊരു കെട്ടിയവനുണ്ടാവണം. അതില്ലെങ്കിൽ അടക്കം വരാതെ കൂത്തുമായി നാട് നീളപ്പാഞ്ഞ് നടക്കും. അതുമല്ലെങ്കിൽ കൈക്ക് നല്ല ഉറപ്പുള്ള മക്കളെങ്കിലും ഉണ്ടായിരിക്കണം. പ്രായമായാലും
നിലയ്ക്ക് നിർത്തുവാൻ. ഇത് നാട്ടുകാർക്ക് പരിഹരിച്ചു കൊടുക്കുവാൻ പറ്റുന്ന കാര്യങ്ങൾ വലുതുമാണോ? അല്ല. ഇപ്പോൾ ഫ്രസ്ട്രേഷൻ സഹിക്കാൻ വയ്യാതെ കിടന്ന് അമറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുന്നുകുഴിയിലെ കൂത്തച്ചി സത്യഭാമയോട് എനിക്ക് പറയുവാനുള്ളത്, വയസ്സ് ഇത്രയുമൊക്കെ ആയില്ലേ, ഒരു പൊടിക്കടങ്ങ് സത്യഭാമേ, ഇല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കേട് നിൻ്റെ മക്കൾക്കായിരിക്കും. നീ രാജസ്ഥാൻ മരുഭൂമിയിൽ നിൻ്റെ കൊച്ചു പെട്ടിയോട്ടയിൽ കൊണ്ട് മണലടിക്കുവാൻ നോക്കരുത്. കർക്കിടക മാസമൊക്കെ ആയില്ലേ, എത്രയോ നല്ല നല്ല കൂത്തച്ചികൾ ഈ നാട് വിട്ടു പോകുന്നു. കൊട്ടത്തെങ്ങാപ്പരുവുമായ എന്നെ അങ്ങ് എടുത്തോണേ ഭഗവാനെ എന്ന് നിനക്ക് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ? കുന്നുകുഴി സത്യഭാമ ഒരു കാര്യം ചെയ്യുക, കൂടുതലൊന്നും വേണ്ട, ഒരേ ഒരാഴ്ച നീ ഡൈ ചെയ്യാതെ, ആ ചുണ്ട് ചായപ്പാട്ടയിൽ മുക്കാതെ ഒന്നിരുന്ന് ഒരാഴ്ച കഴിഞ്ഞ് ആ കണ്ണാടിയിൽ പോയി ഒന്ന് നോക്കുക. നിന്റെ രൂപം കണ്ട് നീ തന്നെ തീർന്നോളും, നാട്ടുകാരുടെ ശല്യവും തീർന്നോളും. ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നിന്റെ കുഴപ്പം എന്താണെന്ന് അറിയാമോ കുന്നുകുഴി സത്യഭാമേ? ഇതുവരെ നീ നല്ലൊരു സ്റ്റേജിൽ പോയി ഇതുവരെ കൂത്തു കളിച്ചിട്ടില്ല എന്നതാണ്. അതിൻ്റെ പ്രശ്നമാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പം ഇതുപോലെ ഞാൻ ഈ തലസ്ഥാന നഗരിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ കർക്കിടകമാണ്, ദുർഘടം പിടിച്ച സമയമാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.